അപ്പൊ വക്കീൽ പണി ഒരു ഉപജീവനം മാത്രമായി കാണുകയും വക്കീൽ പണി എന്ന് പറയുന്നത് കക്ഷികൾക്ക് വേണ്ടി കോടതിയിൽ നമ്മൾ നിലനിൽക്കുകയും ഫൈറ്റ് ചെയ്യുമ്പോഴും ഒരു സോഷ്യൽ റെസ്പോൺസിബിലിറ്റി കൂടിയുള്ളവരാണ് വക്കീലന്മാർ, ജഡ്ജിമാർ. അതാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ രാജ്യത്തിന് ഒരുപക്ഷെ മഹാത്മാഗാന്ധി എന്ന് പറയുന്ന വക്കീൽ അദ്ദേഹത്തിന്റെ വക്കീൽ പണി മാത്രം അന്വേഷിച്ച് നടന്നിരുന്നെങ്കിൽ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ നമുക്ക് പറ്റുമായിരുന്നില്ല. വക്കീൽ പണിയിലിടാ ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പൊ രാഷ്ട്രീയ പ്രവർത്തകരായിട്ടുള്ള മന്ത്രിമാരിൽ പലരും വക്കീലന്മാരാണ്, അല്ലെ? സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ ഗാന്ധി മാത്രമല്ല, നിരവധി ആളുകൾ വക്കീലന്മാരായിരുന്നു. ഈ സുപ്രീം കോടതിയിലൊക്കെ ഇപ്പൊ നിലവിലുള്ള വക്കീലന്മാര് അവരുടെ അച്ഛന്മാര് ഒക്കെ ആയിട്ടുള്ള ആളുകൾ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിയിട്ടുള്ളവർ. ഞാൻ ചെയ്യുന്നത് എന്താ, ഒരു കുഞ്ഞ്, ഇവിടെ സ്വാതന്ത്ര്യ സമരം ഒന്നും ഇല്ലല്ലോ, ഒരു കുഞ്ഞു പണിയാണ് ഞാൻ ചെയ്യുന്നത്. എന്താണ്? സ്ത്രീകളുടെയും കുട്ടികളുടെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും നമുക്കില്ല. അത് ഇറസ്പെക്റ്റീവ് ഞാൻ രാഷ്ട്രീയമാണ്. അതിപ്പോ ഏത് രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾക്കാരായിക്കോട്ടെ, പ്രതികൾ ഏത് വിഭാഗത്തിൽപ്പെട്ട ആയിക്കോട്ടെ, പ്രതികൾ ഒരു പൈസയും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ വിക്ടിമിനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരാണ്. ഇത് എൻ്റെ ഒരു നിലപാടാണ്. ആ നിലപാടിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ ഈ കേസിലും നിൽക്കുന്നത്. അവിടെ നമ്മൾ കോടതിയിലെ ജഡ്ജ്മെന്റുകൾ നോക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് കോടതിയിൽ ഇങ്ങനെ കേസ് നിലനിൽക്കുന്ന സമയത്ത് നാട്ടക്കിന്റെ പ്രവർത്തകർ വന്ന് ഒരു കോടതിയുടെ ജഡ്ജ്മെന്റിന് എതിരായിട്ട് ഇവിടെ നിൽക്കുന്നത്? അല്ലെങ്കിൽ നേരത്തെ സഖാവ് സൂചിപ്പിച്ച പോലെ സുപ്രീം കോടതിയിൽ ഉന്നാവോ കേസില് ജാമ്യം കൊടുക്കുന്നതിനെതിരായിട്ടുള്ള ഹർജി നിൽക്കുന്ന സമയത്ത് ഡൽഹിയിലെ തെരുവോരങ്ങളിൽ ആളുകൾ നിറയുകയും ആ അതിജീവിതയായ പെൺകുട്ടി അടക്കം ആ സമരത്തിൽ വന്ന് പങ്കെടുക്കുന്നത്? ഡൽഹിയിൽ ഒരു പെൺകുട്ടി അതിക്രൂരമായി കൊലപാതകം റേപ്പ് ചെയ്ത് കൊല ചെയ്യപ്പെട്ടപ്പോൾ ഡൽഹിയിൽ അരങ്ങേറിയ അതിശക്തമായ പ്രക്ഷോഭങ്ങളുടെ ഭാഗമായിട്ടാണ് പോക്സോ ആക്ട് നിലവിൽ വന്നത്, അല്ലേ? അത് UPA ഗവൺമെന്റിന്റെ കാലത്ത്. അന്ന് ആ സമരത്തിന് നേതൃത്വം നൽകിയ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടി പിന്നെ അധികാരത്തിലും വന്നു. കോൺഗ്രസിന് അന്ന് പോയ അധികാരമാണ് ഡൽഹിയിൽ നിന്നും, അല്ല? അതൊക്കെ നമ്മൾ റീസെന്റ് ആയിട്ടുള്ള ചില പൊളിറ്റിക്കൽ കാര്യങ്ങളാണ്. ഇവിടെയാണെങ്കിലും നമ്മള് കുഞ്ഞാലിക്കുട്ടിക്കെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന് ഒരു ഘട്ടത്തിൽ MLA ആവാൻ കഴിയാത്ത ഒരു സാഹചര്യം പോലും കേരളത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതാണ്. അപ്പൊ ഇവിടെയും സമരങ്ങളിലൂടെയാണ് നിയമം ഉണ്ടായത്. ഓരോ പ്രദേശത്തെയും ഓരോ കാലഘട്ടത്തിലെയും ആവശ്യങ്ങൾക്കനുസരിച്ച് നിയമനിർമ്മാണം നടക്കുന്നു. ആ നിയമനിർമ്മാണത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യാനുള്ള ജോലിയാണ് ജുഡീഷ്യറിക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ സമരത്തിന് പ്രാധാന്യം വരുന്നത്. സമരം മൂലം നിയമമുണ്ടാകുന്നു. ആ നിയമത്തിനെ ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്ന, വ്യാഖ്യാനിക്കുക എന്ന് പറയുന്നതാണ് ജുഡീഷ്യറി ചെയ്യുന്നത്. ആ ജുഡീഷ്യറി അങ്ങനെ ചെയ്യുമ്പോൾ ഈ നിയമനിർമ്മാണത്തിന്റെ പർപ്പസിനെ കുറിച്ച് നല്ല ബോധ്യം എല്ലായ്പ്പോഴും ജുഡീഷ്യറിക്ക് ഉണ്ടാകണം എന്നതാണ് എന്റെ പോയിന്റ്. ഇപ്പോ ഒരു ഇത്രയും ക്രൂരമായിട്ടുള്ള ഒരു കേസ് നടക്കുമ്പോൾ ആ കേസിൽ ചെയ്ത ആളുകളെ കിട്ടി. നമ്മളുടെ കേസ് എന്താ? കേസിന്റെ ഫസ്റ്റ് കോർട്ട് ചാർജ് എന്ന് പറയുന്നത് 8ാം പ്രതിയുമായി 1ാം പ്രതി നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായി 1ാം പ്രതിയും 1 മുതൽ 6 വരെ പ്രതികളും ഗൂഢാലോചന നടത്തി ഈ ഒരു വിഷയം എക്സിക്യൂട്ട് ചെയ്തു എന്നുള്ളതാണ് കോടതിയുടെ ചാർജ്. അപ്പൊ അതിന്റെ ചാർജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണിയാണ് 8ാം പ്രതിയുമായി 1ാം പ്രതി നടത്തിയ ഗൂഢാലോചന. ആ കണ്ണി വിട്ടുപോയി. അതാണ് ഈ ജഡ്ജ്മെന്റിൽ വന്നിട്ടുള്ള പ്രശ്നം. അപ്പൊ അതുമൂലം ഇതിപ്പോ ഇങ്ങനെ ഗൂഢാലോചന നടത്തിയാണ്, കൊട്ടേഷനിലാണ് ഈ റേപ്പ് ചെയ്യപ്പെട്ടിരുന്നതെങ്കിൽ അങ്ങനെ തെളിയിക്കപ്പെടാതെ പോകുമ്പോ അത് ഈ സൊസൈറ്റിക്ക് വലിയ രീതിയിലുള്ള ഒരു ഡാമേജ് ഉണ്ടാകുന്നു എന്ന് ജുഡീഷ്യറി മനസ്സിലാക്കണം. കോടതിയുടെ ജഡ്ജ്മെന്റിന്റെ ശരി തെറ്റ് ഒക്കെ അപ്പീലിൽ നമുക്ക് ഇഴകീറി പരിശോധിക്കട്ടെ. പക്ഷെ ആ ജഡ്ജ്മെന്റ് ഉണ്ടാക്കിയ സാമൂഹ്യ പ്രത്യാഘാതം എത്ര, ഞാൻ നോർമലായില്ലേ, ഇപ്പൊ ഞാൻ സംസാരിക്കുമ്പോൾ ഞാൻ നോർമലാണല്ലോ. എന്നെ കണ്ടിട്ട് ഈ ട്രോളന്മാരായിട്ടുള്ള ആളുകള് ഈ നമ്മുടെ ചിത്രത്താഴിലെ പപ്പുവിന്റെ കഥാപാത്രമല്ലേ,
ആ പപ്പുവിന്റെ കഥാപാത്രം എന്റെ ഫോട്ടോയും വെച്ചിട്ട് ഒരുപാട് ട്രോൾ വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾക്ക് ദേഷ്യം തോന്നില്ല, പക്ഷെ ഞാനിപ്പോൾ അത് ആസ്വദിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എനിക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ല, പക്ഷെ ഇപ്പൊ ഞാൻ ആസ്വദിക്കുകയാണ്. അവര് ചെയ്യട്ടെ. പക്ഷെ നമ്മൾ അങ്ങനെ ആയിപ്പോയി. പക്ഷെ ഞാനിപ്പോൾ റിക്കവറിയിലേക്ക് വരുന്നു. പക്ഷേ കേരളത്തിലും ലോകത്തെമ്പാടുമുള്ള മലയാളികളായിട്ടുള്ള മനുഷ്യർ ഇപ്പോഴും റിക്കവറി ആയി എന്ന് എനിക്ക് തോന്നുന്നില്ല.